പല സിനിമകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് നടി റീനു. റീനു ഇപ്പോൾ സിനിമയിൽ സജീവമല്ലാതെ എവിടെയാണെന്നാണ് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്നത്. എന്നാൽ റീനു ഇപ്പോൾ ദുബായിലാണുള്ളത്. എന്നാൽ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമുള്ളൊരു വാർത്ത എന്നത് റീനു മാത്യൂസ് ഇന്ന് 2.5-3 ലക്ഷത്തോളം തന്നെ മാസം സാലറി വാങ്ങുന്ന ഒരു ജോലിയിലാണ് എന്നതാണ്. നടി റീനു മാത്യൂസ് ഇപ്പോൾ ദുബായിൽ അടിപൊളി ഒരു ജോലി തന്നെയാണ് എന്ന് പറയാം. എമിറേറ്റ്സിലാണ് ഇപ്പോൾ താരം ജോലി ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട്. എമിറേറ്റ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വളരെയധികം തനിക്ക് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ചും താരം വെളിപ്പെടുത്തുകയാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീനുവിന് ആശംസകൾ അറിയിച്ചു തന്നെ നിരവധി പേർ എത്തുകയാണ്. ഇത്രയും ഉയർന്ന ഒരു ജോലിയിലാണ് നിങ്ങളെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരു യോഗം ആലോചിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ളത്. ഇത്തരം ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ്. മമ്മൂട്ടി ചിത്രമായ ഇമാനുവലിലൂടെയാണ് നടി റീനു മാത്യൂസിനെ മലയാളികൾക്ക് കൂടുതലും സുപരിചിതമായിട്ടുള്ളത്. എന്നാൽ സിനിമയ്ക്ക് പുറമെ എയർ ഹോസ്റ്റസായി റീനു ജോലി ചെയ്യുന്നു എന്ന് പലർക്കും അറിയില്ലായിരുന്നു. 15 വർഷമായി റീനു ഈ മേഖലയിൽ സജീവം തന്നെയാണ്. ജോലിയുടെ ഭാഗമായി നിരവധി രാജ്യങ്ങളിൽ റീനു യാത്ര ചെയ്തിട്ടും അതിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിട്ടുമുണ്ട്. എന്നാൽ യാത്രകൾ മാത്രമല്ല, താനൊരു ഭക്ഷണപ്രേമി കൂടിയാണെന്ന് പലപ്പോഴും റീനു പറയാതെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും അത്തരത്തിൽ തന്നെയാണ്. ജോലിയുടെ ഭാഗമായി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ അതാത് ഭക്ഷണ സംസ്കാരങ്ങളും രുചികളുമെല്ലാം റീനു പരീക്ഷിക്കും. രുചി വൈവിധ്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നുള്ള ആഗ്രഹവും കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റീനുവിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെ തന്നെ അതിനെ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം. പ്രേക്ഷകർ ഇപ്പോൾ എന്തായാലും റീനുവിൻ്റെ വാർത്തകളോട് വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസം എമിറേറ്റ്സിൻ്റെ വക തന്നെ മേരി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവർ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എമിറേറ്റ്സിൻ്റെ വക സർപ്രൈസ് ഇവരുടെ അടുത്തേക്ക് എത്തിയത്. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോൾ സർപ്രൈസ് കിട്ടുന്നത് വളരെയധികം സ്നേഹമാണെന്നും ഇത്തരത്തിൽ സ്നേഹത്തോടെ തന്നെ അത് ഏറ്റെടുക്കുന്നുവെന്നും റീനു തന്നെ പറയാറുണ്ട്. പ്രേക്ഷകരും അത് തന്നെ പറയുന്നു. റീനുവിൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ആരാധകർ വളരെ സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ റീനുവിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആരാധകർക്ക് തന്നെ വളരെയധികം സ്നേഹമുണ്ട് എന്ന് പറയുന്നു. നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. റീനുവിൻ്റെ വാർത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇമാനുവൽ കഴിഞ്ഞ് പിന്നീട് അധികം താരത്തിനെ കണ്ടിട്ടില്ലെങ്കിലും പ്രേക്ഷകരുടെ സ്നേഹം അതുപോലെ തന്നെയുണ്ട്. പ്രേക്ഷകർ എപ്പോഴും റീനുവിനോട് സ്നേഹം തന്നെ അറിയിക്കാറുണ്ട്. ഇമാനുവൽ എന്ന സിനിമ തന്നെ വലിയ ഉദാഹരണമാണ്. ഇത്തരത്തിൽ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുടെ അടുത്ത് പങ്കുവയ്ക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണ് പോകുന്നത്, എന്താണ് ശരിക്കും ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി പറയാമോ? എന്നാൽ എയർ ഹോസ്റ്റസ് മേഖലയിൽ താൻ വളരെയധികം തന്നെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് എന്ന് റീനുവിൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. വർഷങ്ങളായി തന്നെ ഇവിടെ ജോലി ചെയ്തു വരികയാണ്. അതിനിടയിൽ തന്നെയായിരുന്നു അഭിനയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ റീനു നിർത്തേണ്ടി വന്നതും. ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള സമയം റീനുവിനുണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ റീനുവിന് അതിനൊത്ത സമയവും കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയാണ്. പ്രേക്ഷകരും അത് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.